Hey guys, welcome back to my YouTube channel. So, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ്. ഓക്കെ, ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരമായി പുറത്തോട്ട് വന്നു കരുതി. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് സംഭവം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ അത് വെച്ചിട്ട് ഞാൻ ഹെയർ ഒന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്തു. പക്ഷെ എനിക്കെന്തോ ഒരു അത് ഹീറ്റ് പോയ ഉടനെ സ്ട്രെയിറ്റ് ആകുമ്പോൾ അല്ല ചുരുണ്ട് പോകുമ്പോൾ എൻ്റെ മുടിയിലോട്ട് പോകുമ്പോൾ തോന്നുന്നു. അതുപിന്നെ ഞാൻ ചെയ്യണതിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. സോ അപ്പോൾ ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ ഹെയർ സെറ്റ് ചെയ്തു. കോസ്റ്റ്യൂം കാണാൻ പറ്റും. ഇത് മറ്റേ ഷ്രഗാണ്. ഒന്നും എൻ്റെ ഇല്ല, എല്ലാ ചേച്ചിയുടെ ജീൻസിൻ്റെ ആണ് കേട്ടോ. ഈ ഷ്രഗ് ചേച്ചിയുടെയാണ്. സോ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫുള്ള് കാണിച്ചു തരാം. മേക്കപ്പ് കൊള്ളാൻ തോന്നുന്നു. കൂടിപ്പോയില്ലല്ലോ അല്ലേ? കൂടിയൊന്നും കുഴപ്പമില്ല, ഇന്ന് കുറച്ച് ഓവറാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ലിയോ, സുജിത്തിൻ്റെ വീട്ടിലുള്ള. അപ്പം ഞാൻ കുറച്ച് നേരം ഇവൻ്റെ കൂടെ കളിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവൻ എൻ്റെ പുറകെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരോടെ ഇറങ്ങി വെച്ചോ. ഓക്കെ, മൈ ബ്ലഡാണിത്, കളഞ്ഞു കിട്ടിയ ബ്ലഡ്. അവിടുന്ന് ഞങ്ങൾ പിന്നെ ലുലുവിലേക്കാണ് പോയത്. നടന്നോ അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന് ലാസ്റ്റ് സാലഡ് സെക്ഷനിൽ വന്നു. അവിടെ നിന്നൊരു ഗ്രീൻ ആപ്പിൾ സാലഡ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ബില്ലിടാൻ നിൽക്കുമ്പോഴുള്ള ക്യൂ ആണിത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ക്യൂവിൽ നിന്ന് ബില്ലിട്ടു. എന്നിട്ട് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോന്നു. ലഡ്ഡു എരിയുമ്പോൾ നിനക്ക് കഴിക്കണ്ടേ? അപ്പോൾ എങ്ങനെയുണ്ട്? അടുത്തത് പെട്ടെന്ന് ഇല്ലേ? കൊള്ളൂല്ലേ? ലുലുവിലെ ആൾക്കാരെല്ലാം കാണും. കുറച്ചൊക്കെ എരിവുണ്ടാ? ഉണ്ടാ? സാലഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ണിലൊന്നും വെച്ച് തേക്കൊന്ന് കരുതി ഉടനെ പോയി ഹാൻഡ് വാഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം കഴിച്ചു ആ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട്. നോക്കടാ, ഇപ്പം ഓക്കെ. അപ്പം നമ്മൾ ബർത്ത്ഡേ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി അവിടെ പോയി ടാക്കോബെല്ലിൽ പോയി. അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അന്തസ്സായിട്ട് നമ്മൾ അവിടെ നിർത്തി. അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ബാർബിക്യൂ നേഷനിൽ പോയപ്പോൾ അവിടെ കേക്ക് മാത്രമേ തരുള്ളൂ, അല്ലാതെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ അവിടെ വേറെ നമ്മൾ മക്ഡൊണാൾഡ്സ് ചോദിച്ചു, അവിടെ ഇല്ലായിരുന്നു. ഇവിടെ കോഫി കപ്പിൽ ചോദിച്ചു, അവിടെ ഇല്ലായിരുന്നു. അവിടെ അവർ കേട്ടിട്ട് പോലും ഇല്ലാത്ത പോലെ നിൽക്കായിരുന്നു. ബർത്ത്ഡേ ഓഫർ. സോ അപ്പം ബർത്ത്ഡേ ഓഫർ നോക്കി വരുന്നവർ ഇവിടേക്ക് വരരുത്. പിന്നെ പിസ്സ റിക്കോട്ടയിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. എത്രയോ 50% എന്തോ ഓഫ് ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടു. നമ്മളിവിടെ വന്നപ്പോൾ കട കണ്ടില്ല. അതുകൊണ്ട് കട പോലും ഇല്ലായിരുന്നു. നമ്മളാ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടത്. അപ്പം ആ വീഡിയോയിൽ ടാക്കോബെല്ലിൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ അറിയില്ല, വേറെ സോ അടുത്ത് നമ്മൾ ആലോചിച്ചിട്ടില്ല. മൗസിങ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടെ ലാസ്റ്റ് പോയേക്കും. ഓൾറെഡി നമ്മൾ ലഡു കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, എപ്പോഴും മധുരമൊക്കെ ആയിട്ടിരിക്കും. എവിടെയെങ്കിലും അല്ലാണ്ട് ലഞ്ച് പോലെ കഴിക്കാൻ പറ്റുന്ന നോക്കാം. സോ എന്തെങ്കിലും ഓഫർ അറിയാവുന്നവർ അടുത്ത വർഷമെങ്കിലും പോകാൻ വേണ്ടിയിട്ടല്ലേ, അടുത്ത വർഷമെങ്കിലും പോകാൻ രീതിയിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കണ്ടുവിടാം. എന്നെ പ്രൊമോട്ട് ചെയ്യണം. ചേട്ടാ
എങ്ങനെയുണ്ട്? ഞാൻ കൊത്തു പൊറോട്ടയും ചിക്കൻ പറ്റും. അവൻ ചിക്കൻ ബിരിയാണിയാണ്. എന്നിട്ട് ഞങ്ങൾ വാഷ്റൂമിൽ പോയി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഞങ്ങൾ പോയ ഡേ ലുലു ഫാഷൻ വീക്ക് എന്നും പറഞ്ഞ ആൾക്കായിരുന്നു ഒരു പ്രോഗ്രാം, ഫാഷൻ ഷോ. അപ്പം കുഞ്ഞു പിള്ളേരും വലിയ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചധികം നേരം ഒരു 5-10 മിനിറ്റോളം നിന്ന് കാണുമായിരിക്കണം. നമ്മളിതൊക്കെ ഓരോരുത്തർ വരുന്നതും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു, പ്രോഗ്രാം കൊള്ളായിരുന്നു. നമ്മൾ ലാസ്റ്റ് വരെ നിന്നില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി അവിടുന്ന്. മറ്റേ ലിയോയില് വിജയ് നടക്കും പോലെ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ലുലുന്ന് ഇറങ്ങി ഈവ്സ് കോഫി എന്നും പറഞ്ഞൊരു കഫേ ഉണ്ട് അവൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ പോയിരിക്കാമെന്ന് കരുതി. എന്നിട്ട് അവിടെ പോയി. എന്നെ ആ കഫേയുടെ സൈഡിൽ ഇറക്കിയിട്ട് അവൻ ഇപ്പുറത്തെ സൈഡിൽ വണ്ടി വെക്കാമെന്നും പറഞ്ഞ് ക്രോസ് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും കൂടെ ക്രോസ് ചെയ്തു. മര്യാദയ്ക്ക് എന്നെയും കൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഇനി നോക്ക് എന്താണ് എങ്ങനെ ഇരിക്കുന്നത്, എന്തായാലും എക്സ്പ്രഷൻ ആറ്റിറ്റ്യൂഡ് ഇടുന്നില്ലേ? ഇത് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പം അവൻ്റെ നെയ്ബറും ഫ്രണ്ടുമായ ഒരുത്തനെയും കൂടെ വിളിച്ചു, മുത്തു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവനും വന്നു. നമ്മളെല്ലാം കൂടെ യൂനോ നോ മേഴ്സി എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു ഗെയിമായിരുന്നു കളിച്ചത്. അയ്യോ, അത് വല്ലാത്ത നോ മേഴ്സി എന്ന് വെച്ചാൽ കറക്റ്റ് അതുപോലെ തന്നെയായിരുന്നു. ലാസ്റ്റ് കുറേ കാർഡ്സ്, എത്രയാണ് എനിക്ക് കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ കാർഡ്സ് എൻ്റെ കയ്യിൽ ഞാൻ കുറേ വാരിക്കൂട്ടി. +10 ഒക്കെ ഉണ്ട് അതിൽ. അങ്ങനെ അത്രയും രീതിയിൽ ഞാൻ 8 നില പൊട്ടി. എന്തായാലും ബർത്ത്ഡേ ആയിട്ട് എനിക്ക് നല്ലൊരു കാര്യമാണ് നടന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഗെയിം യൂനോ കളിച്ചിട്ട് തീരാതെ ലാസ്റ്റ് എങ്ങനെയോ മുത്ത് ജയിച്ചു. അവൻ ജയിച്ചിട്ട് പിന്നെ ഞാനും സുജിത്തും മാത്രം ഇരുന്നിട്ട് തീരുന്നില്ല. ഞാൻ കുറേ വാരിക്കൂട്ടുന്നതല്ലാതെ അവനും ഇടയ്ക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ അവന് കുറവാണ് കിട്ടിക്കൊണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പൊട്ടി, ഇനിയിപ്പോൾ നമുക്ക് വേറെ ഗെയിം കളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് നമ്മൾ അവിടെ എൻഡ് ചെയ്തു ആ ഗെയിം.
അപ്പോൾ ഇത്രയും കാർഡ്സാണ് ഞാൻ വാരിക്കൂട്ടിയത്. എൻ്റെ അതാണ് സുജിത്ത്, ഇതാണ് മുത്തു. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ 2 വണ്ടിയിലായിട്ട് ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഫ്രെയിമിൽ വരാൻ അവനോട് ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ മുത്തുവാണ് ഓവർടേക്ക് ചെയ്ത് പോയി. എന്നിട്ട് ഒരുമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ കൊച്ചുവേളി ബീച്ചിലാണ് പോയത്. എനിക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സുജിത് ചേട്ടൻ എന്നെ ബീച്ചിൽ കൊണ്ടുപോയി. എൻ്റെ ഫോണും മേടിച്ച് ബീച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കാണാൻ പറ്റാതെ ഞങ്ങൾ കളിയാക്കി കൊണ്ട് നിൽക്കുകയായിരുന്നു. ഒന്നോടെ കൊള്ളല്ലേ? So guys, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഒക്കെ പോയി. So that was all about my birthday. Okay. അപ്പോൾ do like, share, subscribe. Do like, share and subscribe to my YouTube channel. അല്ലേ? Bye bye പറ. Bye. Bye. Okay, bye.